സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലപ്പുറത്ത് 2 വയസ്സുകാരിയെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി മാതാവും ബന്ധുക്കളും രംഗത്ത്. മലപ്പുറം ഉദരംപൊയിലാണ് 2 വയസ്സുകാരി ഫാത്തിമ നസ്രീൻ മരിച്ചത്. പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചിരുന്നതായി മാതാവും ബന്ധുക്കളും ആരോപിക്കുന്നു. എന്താ അറിയില്ല, അതന്നെ ഓല് കഞ്ഞി കൊടുത്താണ്ട് റൂമിൽ വന്ന് കിടന്നു. പിന്നെ ഓനെ എടുത്ത് കൊണ്ടുവന്നിട്ട് കുട്ടി ഛർദ്ദിക്കണം, മൂക്ക് കൂടെ എന്തൊക്കെയാ വന്നിക്കണം പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ കുട്ടീനായിട്ട് എൻ്റെ റൂമിലും ഓല റൂമിലും ആയിരുന്നു. എന്നിട്ട് നിലത്തേന് ഓല് കറങ്ങിയിരുന്നത്. അതിൽ കുട്ടീനായിട്ട് ഓനെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. കുട്ടി ഛർദ്ദിക്കുന്നുണ്ടാ, മൂക്ക് കൂടെ അതാ വന്നിട്ട് ഞങ്ങൾ കുറേ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് കുട്ടി. പിന്നെ കണ്ണിങ്ങനെ കണ്ണ് തുറക്കണില്ല, വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ വേഗം വല അമ്മാൻ്റെ വീട്ടുകാരൊക്കെ വന്നാണ്ട് എടുത്ത് കൊണ്ടുപോയാണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ 1:30 ചെറിയൊരു കഞ്ഞി കുടിച്ച് കഞ്ഞി വിട്ടത് തരിപ്പിൽ പോയി അങ്ങനെ ശരിയായി. പിന്നെ റൂമിൽ വന്ന് കടന്നപ്പോൾ പിന്നെ കുട്ടി മുണ്ടണില്ല. അപ്പോൾ അതിന് കുട്ടിൻ്റെ പള്ളിയിൽ കൂടെ ഒക്കെ നേരെ വരുന്നുണ്ട്. ബസ്മാരെ ഇളകിയതാണോ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് പോലും പറഞ്ഞിരിക്കണം. ഇതുവരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഇന്നലെയാണ് ഇപ്പോൾ അത് കണ്ടത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ എത്തിച്ചത്. കുഞ്ഞിന്റെ ദേഹത്ത് കരുവാളിച്ച പാടുകളുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇത്തരം ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ കുഞ്ഞിന്റെ പിതാവ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് കുടുംബം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകുന്നേരമാണ് കുഞ്ഞിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അവിടെ നിന്ന് കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മഞ്ചേരിക്ക് അയക്കുകയും ചെയ്തു. രാത്രി തന്നെ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ആ നടപടികൾ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ കുട്ടിയുടെ പിതാവിനെതിരെയാണ് വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഈ കുട്ടിയുടെ പിതാവായ ഫായിസ് ഈ കുട്ടിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും അലമാറയുടെ മുകളിലേക്കൊക്കെ വലിച്ചെറിയുന്ന തരത്തിൽ പെരുമാറാറുണ്ടെന്നും ശരീരത്തിൽ പല ഭാഗത്തായിട്ട് കുട്ടിയുടെ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നുമൊക്കെയാണ് വലിയ ആരോപണമായിട്ട് ഉയർന്നിട്ടുള്ളത്. പിതാവ് ക്രൂരമായിട്ട് ഈ കുട്ടിയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന പരാതിയാണ് ഈ കുട്ടിയുടെ തന്നെ രക്ഷിതാക്കളിൽ നിന്ന്, അതായത് അമ്മയും മറ്റു ബന്ധുക്കളുമൊക്കെ ആരോപണമായിട്ട് ഉയർത്തിയിട്ടുള്ളത്. ഇത് പോലീസിൻ്റെ പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുവരേക്ക് ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ ഫായിസിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സ്വീകരിക്കാമെന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പോലീസ് ഇത് പറയുമ്പോൾ പോലും ഇന്നലെ രാത്രി ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഫായിസ് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഇതൊരു വനയോര മേഖലയാണ്. അവിടെ നിന്നൊരു കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരുന്ന ഇയാളെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുകയാണ് ചെയ്തത്. ഇയാളുടെ ഭാഗത്ത്, ഫായിസിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു കുഴപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ എന്തിന് പോലീസിനെയും നാട്ടുകാരെയും ഭയന്ന് ഇന്നലെ രാത്രി കാട്ടിൽ പോയി ഒളിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ അക്കാര്യങ്ങളും സംശയിക്കേണ്ടതാണ്. സ്വാഭാവികമായി ഈ ഒരു കുടുംബത്തിന്റെ ആരോപണം അടക്കം പരിശോധിക്കുമ്പോൾ ഫായിസിന് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലും സംശയിക്കണം. പക്ഷേ ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് അനുമോദ്? ഒരു ക്രിമിനൽ കേസുകൾ മറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും ലഹരിക്ക് അടിമയോ മറ്റോ ആണോ? കാരണം തുടർച്ചയായി ഒരു കുഞ്ഞിനെ, സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കണമെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരല്പം ദുരൂഹത നിറഞ്ഞതാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ മാതാവും ഇയാളുമായി മുൻപ് പ്രണയത്തിലായിരുന്നു. ഇവർക്ക് വിവാഹത്തിന് മുൻപാണ് ഈ കുഞ്ഞ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുഞ്ഞുണ്ടായതിന് ശേഷമാണ് ഇവർ വിവാഹം കഴിച്ചത്. അപ്പോൾ അന്ന് പ്രണയിച്ച സമയത്ത് ഇവർ പീഡനത്തിന് പരാതി കൊടുത്തതായിട്ട് കേസും നിലനിൽക്കുന്നതായും അറിയണം. അത് പോലീസിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ദുരൂഹമായ ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ട്.
ഇയാളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ കാര്യമായ ജോലിക്കൊന്നും പോകുന്നില്ല. നാട്ടുകാർ പറയുന്നത് ഇയാൾ പല ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് ഒരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ സ്ഥിരീകരിക്കാത്തൊരു ആരോപണം നമുക്ക് ഒരാൾക്ക് മേൽ കെട്ടിവെക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ് ഈ രണ്ട് കാര്യമായി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇയാളുടെ ഒരു കുടുംബ പശ്ചാത്തലം, അതിനൊപ്പം തന്നെ ഇയാൾക്ക് ദുരൂഹമായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണെങ്കിലും അതല്ലാതെ സ്വന്തം കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട്, ആ കുഞ്ഞിൻ്റെ ഫോട്ടോയിൽ നമുക്ക് കണ്ടാലറിയാം കരിനീലിച്ച പാടുകളുണ്ട് ദേഹത്ത് മുഴുവൻ, മുഖം നീര് വന്നിരിക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ആ ദൃശ്യങ്ങളും ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക. അത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾക്ക് ഈ ചെറു പ്രായത്തിൽ 2 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ഇരയായിട്ടുണ്ട് എന്ന് നമുക്ക് ആ മനസാക്ഷിയായി ഞെട്ടിക്കും ആ ഒരു ഫോട്ടോ ചിലപ്പോൾ കാണുമ്പോൾ. സ്വാഭാവികമായിട്ടും സ്വബോധത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇവർക്കൊരു കുട്ടി 3 മാസം പ്രായമുള്ള ഒരു കുട്ടി കൂടിയുണ്ട്. അപ്പോൾ തികച്ചും ദുരൂഹമാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ മറ്റ് പശ്ചാത്തലങ്ങളും ഇവരുടെ സ്വഭാവ രീതിയും മറ്റും. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമേ മറ്റു നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകൂ. അതോടൊപ്പം തന്നെ പോലീസിന് ഔദ്യോഗികമായിട്ട് ആരും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു കുട്ടിക്കെതിരെ ഇങ്ങനെയൊരു സംഭവം അനുഭവം സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ അത് കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കുടുംബം പറയുന്നതനുസരിച്ച് ഇതിനു മുൻപും പലപ്പോഴായി ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ഇയാൾ സ്വന്തം പിതാവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് മുൻപൊക്കെ ഈ കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരുന്നത്? ഇയാളെ ഭയന്നിട്ടായിരുന്നു? അത്തരം എന്തെങ്കിലും ഭീഷണികളൊക്കെ ഈ കുടുംബത്തിന് നേർ അല്ലെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് മേൽ ഉണ്ടായിരുന്നോ? ടോമി, ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മലപ്പുറത്തെ ഒരു ഉൾനാടൻ മേഖലയാണ് ഉതിരമ്പൊയിൽ നിന്ന്. കാളികാവ്, പൂക്കോട്ടുപാടം എന്ന് വെച്ചാൽ മലയോര മേഖലകളാണ്. ഒരു സാമൂഹ്യ അന്തരീക്ഷം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് തടയുവാൻ വേണ്ടി പോലീസിനെയോ മറ്റ് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ സമീപിക്കുക എന്നത് അത്തരത്തിൽ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറാനോ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഇവരുണ്ടായിട്ടുള്ളത്. ഇവർ ചെയ്ത ഒരു കാര്യം, ഈ കുട്ടി കുറച്ചു കാലം അവരുടെ വീട്ടിലായിരുന്നു, അതായത് ഫായിസിൻ്റെ ഭാര്യയുടെ വീട്ടിലായിരുന്നു. ഈ കുട്ടിയെ ഇയാൾ മർദ്ദിക്കുന്നു എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ഭാര്യയുടെ വീട്ടിലേക്ക് പോയത്. പിന്നീട് വീണ്ടും ഒത്തുതീർപ്പായി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രണ്ടാമത് തിരിച്ചെത്തിയതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരിച്ചെത്തിയതിന് ശേഷവും മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഭാര്യയുടെ വീട്ടുകാർ ഫായിസിൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് അടിക്കേണ്ടതായുള്ള പാടുകൾ കാണുമ്പോൾ അവരെ ഇടപെടുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ടോം നേരത്തെ ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തടയുവാൻ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഇക്കാര്യങ്ങൾ അറിയിക്കുക. അതല്ലെങ്കിൽ അംഗനവാടിയിൽ അത്തരത്തിലുള്ള വകുപ്പുകളുണ്ടല്ലോ, ശിശുക്ഷേമ സമിതികളുണ്ടല്ലോ, അവരെയൊക്കെ അറിയിക്കുക. ഇതൊക്കെ മുൻപിലുള്ള ചെറിയ ചെറിയ പരിഹാരത്തിനുള്ള പോംവഴികളാണ്. അത്തരത്തിലുള്ളൊരു നടപടികളും ആരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. സാമൂഹ്യ അന്തരീക്ഷം എന്ന ഒരു കാരണം നമുക്ക് പറഞ്ഞ് എല്ലാവരും ഇത്തരത്തിലൊരു കൃത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുഞ്ഞെ മരിക്കുന്നതിന് മർദ്ദനങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ആ മർദ്ദനത്തെക്കുറിച്ച് അറിവുള്ള എല്ലാവരും ഈ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് നമുക്ക് പരോക്ഷമായി പറയേണ്ടി വരും. കാരണം അത് തടയാൻ, ഒരു കുഞ്ഞിനെ മർദ്ദനമേൽക്കുന്നത് തടയാൻ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുകയില്ല. അല്ലെങ്കിൽ അങ്ങനെ കണ്ടു നിൽക്കരുത്. അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ള ഓരോരുത്തർക്കും ഉണ്ട്. അത് ചെയ്യാത്തതും ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും മരണത്തിന് ഈ ഒരു മർദ്ദനങ്ങൾ കാരണമായിട്ടുണ്ടോ, കുട്ടിയുടെ ശരീരത്തിൽ എത്രമാത്രം മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിലൊരു സ്ഥിരീകരണം ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിന്റെ ദുരൂഹ മരണത്തിൽ പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. പിതാവിനെതിരെയാണ് അമ്മയും ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഈ കൊലപാതകം, ഈ മരണം സംബന്ധിച്ചുള്ള വ്യക്തത കൈവരികയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം.